നമസ്കാരം. കഥയ മമയിലേക്ക് സ്വാഗതം. കഥയ മമയിൽ ഇന്ന് പരിചയപ്പെടുത്തുന്ന ചെറുകഥ ശ്രീ അശോകൻ ചെരുവിൽ മാതൃഭൂമിയിൽ എഴുതിയ ഫാസിസത്തിനെതിരെ ഒരു നാടകം എന്ന കഥയാണ്. ഇത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ 2024 സെപ്റ്റംബർ 29 ഒക്ടോബർ 5 ലക്കത്തിൽ പ്രസിദ്ധീകരിച്ചതാണ്. ഈ കഥയുടെ യഥാതഥ പ്രതിപാദന രീതി, അല്ലെങ്കിൽ സത്യസന്ധമായി മാത്രം അവതരിപ്പിക്കുന്ന വിഷയങ്ങളെ അവതരിപ്പിക്കുന്നു എന്നതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധേയമായ ഒരു കഥയായിട്ടാണ് എനിക്ക് ഫാസിസത്തിനെതിരെ ഒരു നാടകം അനുഭവപ്പെട്ടത്. കേരളത്തിലെ ഗ്രാമങ്ങളിൽ ഒരു കാലത്ത് മോശമല്ലാത്ത ജീവിതം നയിച്ചിരുന്ന ആൾക്കാരാണ് ചെത്തുതൊഴിലാളികൾ. ആ വിഭാഗം ജനങ്ങളുടെ അവർ അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ, പിന്നീട് ചെത്തുതൊഴിൽ തന്നെ അന്യം നിന്ന് പോകുന്ന ഒരവസ്ഥ, അതൊക്കെ അതിൻ്റെ സത്യസന്ധമായ രീതിയിൽ ചിത്രീകരിക്കുന്നു. അതേപോലെ തന്നെ ചെത്തുതൊഴിലിന് ശേഷം അതേപോലെ മറ്റൊരു മേഖലയാണ് സെക്യൂരിറ്റി ജീവനക്കാർ. അടുത്ത കാലത്താണ് അത് ഇത്രയും അഭിവൃദ്ധിപ്പെട്ടത്. ഇത്രയും സെക്യൂരിറ്റി ജീവനക്കാരൊന്നും നമ്മുടെ ഒന്നും ചെറുപ്പത്തിൽ, അല്ലെങ്കിൽ ഒരു 80കളിൽ 70കളിൽ കേരളത്തിൽ കാണുവാൻ കഴിയുമായിരുന്നില്ല. ഇന്ന് ഇവിടെ നോക്കിയാലും സെക്യൂരിറ്റി വേല ചെയ്യുന്ന ആൾക്കാരാണ്. അത് പട്ടാളത്തിൽ നിന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന ആൾക്കാരുണ്ട്. അതേപോലെ നമ്മുടെ നാട്ടിൽ മറ്റ് പല തൊഴിലുകളും ചെയ്തിരുന്ന ആൾക്കാർ ക്രമേണ സെക്യൂരിറ്റി ജീവനക്കാരാകുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. ആ സെക്യൂരിറ്റി ജീവനക്കാർ അവർ ഏതൊക്കെ തുറകളിൽ നിന്ന് വന്നവരാണ്, അവർ ആ ജോലിക്ക് പ്രവേശിച്ചതിന് ശേഷം നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ, അതൊക്കെയും വളരെ നല്ല രീതിയിൽ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ വിഷയങ്ങളും ഈ ചെറുകഥ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നു എന്ന് പറയേണ്ടി വരുന്നു. അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ സാംസ്കാരിക മേഖലയ്ക്ക് സംഭവിച്ച അപജയം. അത് ഇന്ന് പല വിഷയങ്ങളിലും കോംപ്രമൈസ് ചെയ്യുന്നു. എന്നും ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കുകയും അതിൽ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ അനുഗുണമായ രീതിയിൽ അനീതി കണ്ടാൽ ചെറുക്കുകയും അതിനെതിരെ പ്രതിഷേധിക്കുകയൊക്കെ ചെയ്യുന്ന സാംസ്കാരിക വേദിയാണ്. പ്രത്യേകിച്ചും കേരളത്തിൽ അതിന് വലിയൊരു ചരിത്രമുണ്ട്. പ്രതിരോധത്തിൻ്റെയൊക്കെ വളരെ വലിയ ചരിത്രം സാംസ്കാരിക മേഖലയ്ക്കുണ്ട്. അതിലെടുത്ത് പറയത്തക്ക നാടക പ്രസ്ഥാനം തന്നെയാണ്. കേരളത്തിലെ തെരുവുകളിലുമൊക്കെ വികസിച്ചു വന്ന തെരുവ് നാടകങ്ങളുമൊക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ നാടക പാരമ്പര്യം നമുക്കുണ്ട്. ആ നാടകത്തിൻ്റെ ചെറുത്തുനിൽപ്പ് സമരങ്ങൾ, നാടകം സമൂഹത്തിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനം, അതൊക്കെ നമുക്കറിയാം. പക്ഷേ ആ നാടക പ്രസ്ഥാനം ഇന്ന് എവിടെ എത്തിച്ചേർന്നിരിക്കുന്നു? സാംസ്കാരിക മേഖലയിലെ അപജയം, നാടക പ്രസ്ഥാനങ്ങൾ ഇന്ന് ആധുനിക നാടക പ്രസ്ഥാനങ്ങൾ ഭരണകൂടവുമായി കോംപ്രമൈസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടുന്ന ഒരു കഥ കൂടിയാണ് ഈ നാടകം. അങ്ങനെ എല്ലാം കൊണ്ടും ശ്രമിക്കണം ഈ ചെറുകഥ, ഈ നാടകം എന്നാണ് ഞാൻ പറയുന്നത്, ഈ ചെറുകഥയെക്കുറിച്ച് ഇതിൻ്റെ ഒരു സാരാംശം, കഥയുടെ ഒരു സാരാംശം മാത്രം പറഞ്ഞുകൊണ്ട് ഈ കഥ നിങ്ങളെല്ലാവരും വായിക്കണം. അത് അശോകൻ ചെരുവിൽ തൻ്റെ സ്വതസിദ്ധമായ രീതിയിൽ നോക്കിക്കണ്ടുകൊണ്ട് കഥ പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. അത് അതേ രീതിയിൽ വായിക്കുമ്പോൾ കിട്ടുന്ന അനുഭവം ഒരുപക്ഷെ ഞാൻ പറയുമ്പോൾ ഉണ്ടാവില്ല. ഞാൻ അതിലേക്കുള്ള ഒരു ദിശാസൂചന മാത്രം നൽകുകയാണ്. കഥ തുടങ്ങുന്നത് തൃശ്ശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നിന്ന് ഒരു ബസ് പുറപ്പെടാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ചിഞ്ചുമോൾ എന്നാണ് ആ ബസ്സിൻ്റെ പേര്. ചെറിയ ബസ്സാണ്. അതിനുകൊണ്ട് പ്രത്യേകത, കാരണം കേരളത്തിലെ ബസ്സുകളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന നമുക്കറിയാം. ഒത്തിരി വലിയ ബസ് മുതലാളിമാരും കമ്പനികളും ഒക്കെ ഉണ്ടെങ്കിലും അതുകൊണ്ട് ഉപജീവനം നടത്തുന്ന ഒരു ബസ് മാത്രം ഉടമസ്ഥതയിലുള്ള അതിൻ്റെ ഡ്രൈവർ ഒരുപക്ഷെ ഉടമയായിരിക്കും. ഈ ചിഞ്ചുമോൾ ബസ്സിൻ്റെ ഉടമ അതിൻ്റെ ഡ്രൈവർ തന്നെയാണ്. അതുകൊണ്ടാണ് അയാൾ ഉപജീവനം നടത്തി പോകുന്നത്. ആ ബസ്സിനൊരു പ്രത്യേകതയുണ്ട്. അത് വലിയ ബസ്സല്ല, ചെറിയ ബസ്സാണ്. അത് പോകുന്നത് തൃപ്രയാർ നടക്കിലേക്കാണ്. തൃശ്ശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നിന്നും തൃപ്രയാർ നടക്കിലേക്ക് പോകുന്ന ബസ്സാണ്. പക്ഷേ അതിൻ്റെ പ്രത്യേകത, അത് ഒത്തിരി ഉൾനാടുകൾ, ഗ്രാമപ്രദേശങ്ങൾ ചുറ്റിക്കറങ്ങിയാണ് ഈ തൃപ്രയാർ നടക്കിൽ എത്തുന്നത്. അന്നേരം വിവിധ ഗ്രാമങ്ങൾ, മുത്തപ്പൻപടി, ഖാദർ സെൻറ്റർ, കൊള്ളുപീടിയ, മുറ്റിച്ചൂർ, ചെമ്മാപ്പുള്ളി, ഇങ്ങനെ നിരവധി ഗ്രാമങ്ങൾ ചുറ്റിക്കറങ്ങിയാണ് പോകുന്നത്. ഈ പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും അതിൻ്റെ സഞ്ചാരികൾ. പ്രത്യേകിച്ച് രാവിലെ പുറപ്പെടുന്ന ട്രിപ്പാണ്, വെളുപ്പിനെ പുറപ്പെടുന്ന ട്രിപ്പാണ് തൃശ്ശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നിന്നും ഈ തൃപ്രയാർ നടക്കിലേക്ക്. അപ്പോൾ അതിലെ യാത്രക്കാരെല്ലാം സെക്യൂരിറ്റി ജീവനക്കാരാണെന്നൊരു പ്രത്യേകതയുണ്ട്. കാരണം നഗരത്തിൽ പല സ്ഥലങ്ങളിൽ
കാവൽക്കാരായി ജോലി ചെയ്യുന്ന ആൾക്കാർ ഈ വിവിധ ഗ്രാമങ്ങളിൽ നിന്ന് വരുന്നവരാണ് എന്ന് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കുന്നു. അവരെല്ലാവരും കൂടെ ചേർന്ന് ഈ വെളുപ്പിലത്തെ ട്രിപ്പിൽ അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഒന്നിച്ചാണ് അവരുടെ ഗ്രാമങ്ങളിലേക്ക് കൊള്ളുപീടിയയിലേക്കും മുത്തപ്പൻപടിയിലേക്കും ഒക്കെ പോകുന്നത് ഈ ബസ്സിൽ കയറിയാണ്. അതുകൊണ്ട് ഈ ബസ്സിനൊരു വേറൊരു പേരുണ്ട്, സെക്യൂരിറ്റി ബസ് എന്നാണ് ഇത് എല്ലാവരും വിളിക്കുന്നത്. സെക്യൂരിറ്റിക്കാരിങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട്. ഈ കഥ നടക്കുന്ന ദിവസം നമ്മുടെ കഥാനായകൻ എന്ന് പറയുന്നത് ദിനകരൻ എന്ന് പറയുന്നയാളാണ്. ദിനകരേട്ടൻ എന്നാണ് വിളിക്കുന്നത് ഗോപാലൻ എന്ന തൻ്റെ സുഹൃത്താണ്. തന്നോടൊപ്പം പിന്നെ സെക്യൂരിറ്റി ജോലി ചെയ്യുന്ന ഇവർ രണ്ടൊരു സെക്യൂരിറ്റി ജീവനക്കാരാണ്. ഇതിൽ ദിനകരേട്ടന് അന്ന് ബസ്സിൽ സാധാരണ നേരത്തെ വന്ന് സീറ്റ് പിടിക്കുന്നതാണ്. അന്ന് അല്പം താമസിച്ചു, അദ്ദേഹം വരാൻ അല്പം വൈകി. അപ്പോഴത്തേക്കും ബസ് നിറഞ്ഞു കഴിഞ്ഞിരുന്നു. ബസ്സിൻ്റെ ഏറ്റവും പുറകിലത്തെ സീറ്റിൽ അദ്ദേഹത്തിന് ഇരിക്കാൻ അല്പം ഇടം കിട്ടി. കാരണം അദ്ദേഹം അന്ന് താമസിക്കാനൊരു കാരണമുണ്ട്. തലേദിവസം ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തിന് ചെപ്പക്കുറ്റിക്കൊരു നല്ല അടി കിട്ടി. അടിയും തുഴിയും പ്രഹരം ഏറ്റിട്ട് വരികയാണ്. അതിൻ്റെ മാനസികവും ശാരീരികവുമായുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അദ്ദേഹം ആ ബസ്സിൽ വന്നിരിക്കുന്നത്. തലേ ദിവസം രാത്രിയിൽ അവിടെ അവർ ജോലി ചെയ്യുന്നത്, അതായത് നേരത്തെ പറഞ്ഞ കഥയിലെ പ്രധാനപ്പെട്ടയാളായ ദിനകരേട്ടനും അദ്ദേഹത്തോടൊപ്പമുള്ള ഗോപാലനും ജോലി ചെയ്യുന്നത് തിയേറ്റർ കോംപ്ലക്സിലാണ്. ലോകപ്രശസ്തമായ തിയേറ്റർ കോംപ്ലക്സാണ്. അതിൻ്റെ പല പണികളും ഈ അടുത്ത കാലത്താണ് പണി തീർന്നത്. വളരെ വലിയ നാടകങ്ങളൊക്കെ വന്ന് അവതരിപ്പിക്കുവാൻ, ലോകത്തിന് തന്നെ വലിയ നാടക സംഘങ്ങൾക്ക് അവിടെ വന്ന് നാടകം അവതരിപ്പിക്കുവാൻ കഴിയും. ആ പ്രത്യേകതയുള്ള തിയേറ്റർ കോംപ്ലക്സിലാണ് ഇവർ ജോലി ചെയ്യുന്നത്, ഗോപാലനും ദിനകരേട്ടനും. അന്ന് ഇവർ ഈ അടിയൊക്കെ ഏറ്റ് ദിനകരേട്ടൻ വന്നിരിക്കുന്നതിൻ്റെ തലേ രാത്രി അവിടെ വലിയ വിശ്വപ്രസിദ്ധമായ ഒരു നാടകം അരങ്ങേറിയിരുന്നു. ആ നാടകം ഒത്തിരി പ്രത്യേകതകളുള്ളതാണ്. കോടികൾ ചെലവഴിച്ച് നടത്തിയ നാടകമാണ്. കോടികൾ ചെലവിട്ട് നടത്തിയ അതിൻ്റെ പ്രോപ്പർട്ടീസ്, ആ സ്റ്റേജിലേക്ക് നാടകത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, കാറ്, ബസ്, ലോറി എന്ന് വേണ്ട എല്ലാ സംഗതികളും ആ നാടകം സജ്ജീകരിക്കുവാനായി എത്തിയിട്ടുള്ളത്. പിന്നെ പല മേഖലകളിൽ പെയിൻറ്റേഴ്സുണ്ട്, കൊല്ലനുണ്ട്, ആശാരിയുണ്ട്, ഇങ്ങനെ വിവിധ തുറകളിൽപ്പെട്ട എല്ലാ തരത്തിലുള്ള ആൾക്കാരും ആ സ്റ്റേജ് പണിക്ക് വരെ അവിടെ സ്റ്റേജ് നിർമ്മിക്കാൻ, സ്റ്റേജല്ല പ്രോപ്പർട്ടീസ് നിർമ്മിക്കുവാൻ, സ്റ്റേജ് എന്ന് പറയുന്നൊരു സങ്കല്പം തന്നെ നാടകത്തിലുണ്ടോ എന്ന് സംശയമാണ്. വിവിധ തിയേറ്ററുകൾ സമന്വയിപ്പിച്ച് നടത്തുന്ന ഒരു പരീക്ഷണ നാടകം കൂടിയായിരുന്നു അത്. ആ നാടകമാണ് ഫാസിസത്തിനെതിരെയുള്ള നാടകമാണ്. ഫാസിസത്തിനെതിരെ ഒരു ഭയങ്കര വെല്ലുവിളി ഉയർത്തിയ നാടകമാണെന്നാണ് എൻ്റെ സംഘാടകർ അവകാശപ്പെടുന്നത്. ആ നാടകം അന്ന് നടന്നു. ആ നാടകം വളരെ ദീർഘസമയം ഉണ്ടായിരുന്ന നാടകമാണ്. അന്നേരം ഈ നാടകത്തെക്കുറിച്ച് പറയുമ്പോൾ നാടകം കാണാൻ ദിനകരേട്ടനും കൂടെയുള്ള ഗോപാലനും വളരെയധികം കമ്പമുണ്ട്. കാരണം അവർ രണ്ടുപേരും നാടകപ്രേമികളാണ്. ദിനകരേട്ടന് അത്രയ്ക്ക് വലിയ കമ്പമൊന്നുമില്ല, സാധാരണ നാടകം ഇഷ്ടപ്പെടുന്നയാളാണ്. പക്ഷേ ഗോപാലൻ അങ്ങനെയല്ല, നാടകവുമായി ഒട്ടേറെ ആത്മബന്ധം പുലർത്തുന്ന ആളാണ് ഗോപാലൻ. അതായത് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത്, അദ്ദേഹം യുവാവായിരുന്ന കാലത്ത് നാട്ടിൽ നടന്ന, പ്രത്യേകിച്ചും തൃശ്ശൂർ, തൃപ്രയാർ മേഖലകളിലൊക്കെ നടന്ന എല്ലാ നാടക പ്രവർത്തനങ്ങളിലും അദ്ദേഹം സജീവമായി പങ്കെടുത്തിട്ടുള്ള ആളാണ്. രാമാനുജൻ സാറ്, ശങ്കരപിള്ള, വയലാ വാസുദേവ മാഷ്, PM താജ്, രാവുണ്ണി തുടങ്ങിയ എല്ലാ ആൾക്കാരുമായും അദ്ദേഹത്തിന് പരിചയമുണ്ട്. ഇതിൽ PM താജൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അന്തി ഇറങ്ങിയിട്ടുള്ളതാണ്. അന്ന് ഒരു സമരമാർഗമായിരുന്നു നാടകം. ഇത്രയും കോടികൾ ചെലവഴിച്ച നാടകമൊന്നും ആയിരുന്നില്ല. അദ്ദേഹം ഓർക്കുന്നുണ്ട്, വെള്ളം പൊങ്ങുമ്പോൾ ഒരു പെട്ടെന്ന് റൂട്ട് എന്ന് പറയുന്ന ഒരു നാടക ക്ലബ്ബിൽ അദ്ദേഹം ഒരു നാടക ക്യാമ്പ് അവിടെ സംഘടിപ്പിച്ചിരുന്നു, റൂട്ട് എന്ന പേരിൽ. ആ നാടക ക്യാമ്പിൻ്റെ പ്രവർത്തന സമയത്ത് വെള്ളം ഉയരുകയും മഴയും വെള്ളവും ഒക്കെ ആവുകയും ചെയ്തപ്പോഴത്തേക്ക് വെള്ളക്കെട്ടിന് മേൽ സ്റ്റേജ് അടിച്ചുണ്ടാക്കി വള്ളത്തിലിരുന്നു കൊണ്ടാണ് സംവിധായകൻ നാടകം നിയന്ത്രിച്ചിരുന്നതും സംവിധാനം ചെയ്തിരുന്നതെന്നും ഗോപാലൻ ഓർക്കുന്നുണ്ട്. അങ്ങനെ നാടക കലാകാരന്മാരെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര മതിപ്പാണ്. അത് പിന്നെ എസ് എൽ പുരത്തിൻ്റെ നാടകങ്ങൾ, അതേപോലെ പല പ്രമുഖരുടെയും നാടകങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. അതുപോലെ മോഡേൺ നാടകങ്ങൾ, ആൻ്റണിയുടെ നാടകം, ഇതെല്ലാം നടത്തിയിട്ടുള്ള സ്ഥലമാണ്. അന്നേരം അങ്ങനെ ഒട്ടേറെ നാടക അനുഭവങ്ങളും പുള്ളിക്ക് അതിൽ നിന്നൊരു സാധാരണക്കാരൻ. കാരണം ഗോപാലൻ ഒരു ചുമട്ടുതൊഴിലാളിയായിരുന്നു. ആ ചുമട്ടുതൊഴിലിനിടയിൽ നടുവിന് വേദന വന്ന് ആ ജോലി ചെയ്യാൻ പറ്റാതെ കണ്ട് സെക്യൂരിറ്റി വേലയിലേക്ക് വന്ന ആളാണ് അദ്ദേഹം. അന്നേരം അദ്ദേഹത്തിന്
ത്തിൻ്റെ രീതിയിൽ ഈ വലിയ വലിയ ഭാഷണങ്ങളൊക്കെ നാടക സംഘങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്നൊക്കെ പറഞ്ഞതും ഒക്കെ കേട്ടിട്ട് അദ്ദേഹം മനസ്സിലാക്കിയ സംഗതികളുണ്ട്. അത് ഈ ദിനകരേട്ടനുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. നാടകം എന്ന് പറഞ്ഞാൽ ഒരു പ്രതിഷേധ സമരമാണ്, ഒരു സമരശക്തിയാണ് നാടകമെന്നാണ് അദ്ദേഹം കരുതുന്നത്. എല്ലാ അനീതിക്കും എതിരെ ചോദ്യം ചെയ്യുന്ന ഒരു വലിയ സംഗതിയായിട്ടാണ് അദ്ദേഹം നാടക പ്രസ്ഥാനത്തെ കാണുന്നത്. ആ രീതിയിലാണ് ഉൾക്കൊള്ളുന്നത്. ഈ ആൾക്കാരുമൊക്കെ ആയിട്ടുള്ള ഇടപെടലിലൂടെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഒരു സംഗതിയാണത്. ഏതായാലും നമ്മുടെ ഈ തിയേറ്റർ കോംപ്ലക്സിൽ നാടകം ദീർഘസമയം എടുത്ത് നാടകം കഴിഞ്ഞു. ഭയങ്കര കയ്യടിയൊക്കെ ആയിരുന്നു നാടകത്തിന്. ഒട്ടേറെ പ്രമുഖർ ആ നാടകം കാണാൻ വന്നിരുന്നു. കേരളത്തിൽ നിന്നുള്ളൊരു മന്ത്രി ഉണ്ടായിരുന്നു നാടകം കാണാൻ, മിസോറാം ഗവർണർ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ ആഘോഷ തിമിർപ്പിൽ നാടകം കഴിഞ്ഞു കഴിഞ്ഞാൽ 2 മണിക്കൂറിനുള്ളിൽ അവിടെ കലാപരിപാടി എന്ത് നടന്നാലും 2 മണിക്കൂർ കഴിയുമ്പോൾ അവിടെ ആൾക്കാരെയൊക്കെ പുറത്താക്കിയത് അടച്ച് ക്ലീൻ ചെയ്യണം എന്നുള്ളതാണ് സെക്യൂരിറ്റിക്കാർക്കുള്ള നിർദ്ദേശം. അവരുടെ ഏജൻസിയിൽ നിന്നുള്ള നിർദ്ദേശം അവരുടെ ഏജൻസിയിൽ നിന്നുള്ള നിർദ്ദേശങ്ങളാണ് അനുസരിക്കുന്നത്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവർക്ക് അതിൻ്റെ പേരിൽ ഒട്ടേറെ പഴി കേൾക്കേണ്ടി വരികയും ശിക്ഷാ നടപടികൾ അനുഭവിക്കേണ്ടി വരികയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഗോപാലനും ദിനകരേട്ടനും കൂടി മുറിയൊക്കെ അടയ്ക്കുന്ന ജോലി. ദിനകരേട്ടൻ ഈ തിയേറ്റർ കോംപ്ലക്സിൻ്റെ വാതിലുകൾ അടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഒരാൾ ഒരു കൂട്ടം ആൾക്കാർക്കൊപ്പം ഓടി വന്ന് ഇദ്ദേഹത്തിൻ്റെ കർണക്കുറ്റിക്കിട്ടൊരു അടി കൊടുത്തിട്ട് താനാരോട് വാതിലടയ്ക്കാൻ, ഇവിടെ ആൾക്കാരകത്തിരിക്കുന്നത് കണ്ടില്ലേ, ഇവിടെ അകത്ത് വ്യഭിചാരം നടക്കുന്നു, ആരും കാണാതിരിക്കാൻ താൻ വാതിലടയ്ക്കാൻ എന്ന് പറഞ്ഞ് കർണക്കുറ്റിക്ക് അടയ്ക്കുകയും ഉന്തുകയും തള്ളുകയും ഒക്കെ ചെയ്തു. പെട്ടെന്ന് ഗോപാലനൊക്കെ ഇടപെട്ട് രംഗം ശാന്തമാക്കി. അദ്ദേഹത്തെ അടിച്ച ആൾ നരച്ച തലമുടിയും നരച്ച മീശയും ഒക്കെയുള്ള കാവിമുണ്ടും ടീഷർട്ടും ഇട്ട എന്നാൽ അത്രയും പ്രായമൊന്നും തോന്നിക്കാത്ത ഒരു മനുഷ്യനാണ്. പിന്നീടാണ് അറിയുന്നത് അത് ദേവനാരായണൻ എന്ന് പറയുന്ന ഈ നാടകത്തിൻ്റെ സംവിധായകനാണ്, പ്രശസ്തനാണ്. ദിനകരേട്ടനെ അങ്ങനെ പരിചയം, ഇവരെയൊന്നും അത്ര വലിയ പുതിയ വടക്കേ ഇന്ത്യയിൽ നിന്നൊക്കെ ജോലി ചെയ്തൊക്കെ വരുന്ന ആൾക്കാരെയൊന്നും അത്ര വലിയ പരിചയമൊന്നുമില്ല. പിന്നീട് ഇതിൻ്റെ സംഘാടകരാണ് ഇദ്ദേഹത്തോടൊപ്പം ആൾക്കാർ വന്ന് തട്ടിക്കയറുന്നുണ്ട് ദിനകരനോട്. നിങ്ങൾക്കറിയത്തില്ല നിങ്ങൾ ആരെയാണ് ഈ തടയാൻ ശ്രമിച്ചത്, വാതിൽ കടത്തി വിടാതിരുന്നത്? അത് ദേവനാരായണനാണ്. അദ്ദേഹം പ്രശസ്തനാണ്. ബനാറസ് യൂണിവേഴ്സിറ്റിയിൽ പെർഫോമൻസ് വിഭാഗത്തിൻ്റെ ചീഫാണ് അദ്ദേഹം. എത്ര സമയം വർഷങ്ങളെടുത്താണ് ഈ നാടകം ചെയ്തത് അതുപോലും നിങ്ങൾക്കറിയാമോ? എന്നിട്ട് നിങ്ങൾ ഇവിടെ എന്താണ് കാണിക്കുന്നത്? എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ ഇത് അടച്ചിടാൻ പോകുന്നത്? ഞങ്ങൾ ആരും ഇന്ന് പുറത്തേക്ക് പോകുന്നില്ല. ഈ നാടകം വളരെ വലിയ വിജയമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അത് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഞങ്ങളിവിടെ ആടിത്തിമർക്കുവാൻ പോവുകയാണ്. ഞങ്ങൾ ആട്ടവും പാട്ടവും ഇതിനുള്ളിൽ ഇന്ന് രാത്രി മുഴുവൻ, നാളെ ഉച്ചയ്ക്കേ ഉള്ളൂ ദേവനാരായണൻ്റെ ഫ്ലൈറ്റ് തിരികെ ഉള്ളത്. ബനാറസ് യൂണിവേഴ്സിറ്റിയിലേക്ക് അദ്ദേഹം തിരിച്ചു പോകുന്നത് നാളെ ഉച്ചയ്ക്കാണ്. അത്രയും സമയം ഞങ്ങളിവിടെ ആഘോഷിക്കാൻ പോവുകയാണ്. നിങ്ങൾ വാതിലടച്ചിടുന്ന നിന്ന് കാണട്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ പാവത്തിൻ്റെ നേരെ ആക്രോശിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ത്രീ തട്ടിക്കയറുന്നുണ്ട് ദിനകരേട്ടനോട്. ഇയാളോട്, ഈ സെക്യൂരിറ്റിക്കാരനോട് ആധുനിക നാടകത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് എന്താണ് കാര്യം? പാവം പിടിച്ച ആ മനുഷ്യൻ പറയുന്നുണ്ട്, ഞാൻ അതിനൊന്നും ചെയ്തില്ലല്ലോ. നിങ്ങൾ ചെയ്തില്ലെന്നോ? നിങ്ങൾ എന്താണ് ചെയ്തത്? ഇവിടെ ഇത് അടയ്ക്കാനായിട്ട് പോവുകയല്ലേ? ഞങ്ങളിവിടെ ഇവിടെ ആടാനും പാടാനും പോവുകയാണ്. അപ്പോൾ നിങ്ങൾ തടയാൻ ശ്രമിച്ചില്ല എന്നൊക്കെ ചോദിച്ച് അദ്ദേഹത്തിൻ്റെ നേരെ തട്ടിക്കയറുന്നുണ്ട്. ഏതായാലും അടികൊണ്ട് ആ മനുഷ്യൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഗോപാലൻ ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളം കൊടുത്തിട്ട്, അരിശം ഗോപാലന് തീരുന്നില്ല. അദ്ദേഹം പഴയ ചുമട്ടുതൊഴിലാളിയും കൂടിയാണല്ലോ. അദ്ദേഹം പറയുന്നത്, നമുക്കൊന്ന് ചോദിക്കണം, ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. ഡയറക്ടറെ കണ്ടുപിടിച്ച് അവനിട്ടൊന്ന് കൊടുക്കണം. ഒരു ഉടനെ ദിനകരൻ പറയുന്നുണ്ട്, വേണ്ട, അതൊന്നും വേണ്ട. ആ കാലമല്ലേ ഇത്. ഒരു കാലത്തായിരുന്നെങ്കിൽ ചെത്തുതൊഴിലാളി ആയിരുന്ന കാലം അദ്ദേഹം ഓർക്കുന്നുണ്ടോ? ചെത്തുതൊഴിലാളി ആയിരുന്ന കാലത്ത് ഒരു തെങ്ങിൽ കയറി ഇറങ്ങുമ്പോൾ കൂടുതൽ ഊർജ്ജമാണ് അടുത്ത തെങ്ങിൽ കയറാൻ. നല്ല കരുത്താണ്. അത് എന്ത് കണ്ടാലും ചോദ്യം ചെയ്യണം. ഇങ്ങോട്ടടിച്ചാൽ അങ്ങോട്ടടിക്കണം. അത് ഇങ്ങോട്ടടിച്ചാൽ അങ്ങോട്ടടിക്കുക എന്നുള്ളത് അന്തിക്കാട് തീസിസാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അന്തിക്കാട്ടെ ഒരു നിയമമാണ്, ഒരു ആരും ചോദ്യം ചെയ്യാത്തൊരു നിയമമാണ്. ഇങ്ങോട്ടടിച്ചാൽ അങ്ങോട്ട് തിരിച്ചടിച്ചിരിക്കണം. അന്ന് ഉത്സവപ്പറമ്പുകളിലൊക്കെ പോകുമ്പോൾ ഇതേപോലെ അടിപിടിയൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇന്ന് കാലം മാറിപ്പോയിരിക്കുന്നു. അങ്ങനൊന്നും ചെയ്യുന്നത് ശരിയല്ല എന്ന് ദിനകരേട്ടൻ കരുതുന്നു. അപ്പോഴത്തേക്ക് ബസ് വിടാറായി. ബസ്സിനകത്ത് ചെറിയ കാറ്റൊക്കെ വീശുമ്പോൾ മുറിവ് പതുക്കെ കാറ്റ് അടിച്ച് ചെറുതെ ഒരു ആശ്വാസവും നീറ്റലുമൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോഴാണ് ഓർക്കുന്നത്, ഈ മുറിവ് അവിടെ നീര് വെച്ചിട്ടുണ്ടോ? ഇത് വീട്ടിലെറിഞ്ഞാൽ തൻ്റെ ഭാര്യ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക?
തീർച്ചയായിട്ടും അവൾ യോ എന്ത് പറ്റിയെന്ന് പറഞ്ഞ് ഓടി വരും. താൻ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ശബ്ദം ഉറക്കെയാകും. മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് പിന്നീട് ഒരു കാറ്റ് വീശുന്നത് പോലെ ഇറങ്ങിയ ഒരു ഓട്ടമാണ്. അയൽക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് ആകെ പ്രശ്നമാകും. അങ്ങനെ ഇത് അറിയുമ്പോൾ അച്ഛൻ വീട്ടിൽ തളർന്നു കിടപ്പുണ്ട്, വയ്യാതെ കിടപ്പുണ്ട്. അച്ഛന് ഭയങ്കര മനോവേദനയാകും എന്നൊക്കെ ഈ മനുഷ്യൻ പതുക്കെ ഓർക്കുകയാണ്. പിന്നീട് ജീവിതത്തിലേക്ക് പോവുകയാണ്. ചെത്തുതൊഴിൽ. അയാൾ സെക്യൂരിറ്റി ജീവനക്കാരനാകുന്നതിന് മുമ്പ് ദിനകരൻ ചെത്തുതൊഴിലാളിയായിരുന്നു. ചെത്തുതൊഴിലാളി എന്ന് പറഞ്ഞാൽ അച്ഛനച്ചാച്ചന്മാർ മുതൽ കിട്ടിയ ഒരു പിന്തുടർന്നു വരുന്ന തൊഴിലാണ് ചെത്തുതൊഴിൽ. മുദ്രാവാക്യത്തിൽ പറയുന്ന കൊണ്ട് തലമുറ കൈമാറി കെടാതെ ഈ ബന്ധം സൂക്ഷിക്കുന്ന ആയിരുന്നു ദിനകരൻ. അങ്ങനെയാണ് അദ്ദേഹം ഒരു ചെത്തുതൊഴിലാളിയായത്. പക്ഷേ അച്ഛൻ്റെയും അച്ചാച്ചൻ എന്ന് പറഞ്ഞാൽ അപ്പൂപ്പൻ്റെയൊക്കെ കാലത്ത് ചെത്തുതൊഴിൽ കൊണ്ട് മാന്യമായി ജീവിക്കുമായിരുന്നു. ഭേദപ്പെട്ട ജീവിതം നയിക്കുവാനെന്ന് ആ തൊഴിൽ ഉപകരിക്കുമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ അന്ന് ഇഷ്ടംപോലെ നല്ല കള്ള് കിട്ടുമായിരുന്നു. തെങ്ങിൻ്റെ പൂക്കല വെട്ടിക്കഴിഞ്ഞാൽ പൈപ്പിൽ നിന്ന് വെള്ളം ചാടുന്നത് പോലെയാണ് കള്ള കിട്ടിക്കൊണ്ടിരുന്നത്. നല്ല കള്ള്. അതിനെ ഉപയോഗിക്കാൻ ആവശ്യക്കാരും ഏറെ ഉണ്ടായിരുന്നു. അച്ഛൻ്റെയും അച്ചാച്ചൻ്റെയും കാലമാണ്. ആ കാലത്ത് അച്ഛനും അച്ചാച്ചനും ഒരു അല്ലലുമില്ലാത്ത ജീവിതം. ഒരു വീട്ടിൽ 2 ചെത്തുകാർ ജീവിക്കുകയാണ്. അതൊക്കെ വളരെ മനോഹരമായി അശോകൻ ചെരുവിൽ നമുക്ക് വർണ്ണിച്ചു തരുന്നുണ്ട്. കാരണം അച്ചാച്ചൻ CPIയുടെ ആളാണ്. അപ്പൂപ്പൻ ദിനകരൻ്റെ അപ്പൂപ്പൻ CPIയുടെ ആളാണ്. ജനയുഗം പത്രമാണ് വായിക്കുന്നത്. സമയം അച്ഛൻ CPMൻ്റെ ആളും അപ്പൂപ്പൻ AITUCയുടെയും ട്രേഡ് യൂണിയനുകളിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഇവർ തമ്മിലുള്ള ശീതസമരങ്ങളും ഒക്കെയുണ്ട്. നേരിട്ടൊന്നുമില്ലെങ്കിൽ പത്രമൊക്കെ ഉറക്കെ വായിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും എതിർത്തുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ പരസ്പരം ഒരാൾ ചായ്പിൽ കിടന്നുകൊണ്ട് വായിക്കും, മറ്റേയാൾ അപ്പൂപ്പൻ അല്ലെങ്കിൽ അച്ചാച്ചൻ ചാരുകസേരയിൽ ഇരുന്നു കൊണ്ട് പത്രം വായിച്ച് അതിന് മറുപടി കൊടുക്കും. ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകളുണ്ട്. അവരുടെ ശീലങ്ങളിൽ വ്യത്യാസമുണ്ട്. വെളുപ്പിനെ എഴുന്നേറ്റാൽ അച്ഛൻ പഴങ്കഞ്ഞി നിർബന്ധം. ഉണക്കമീൻ ചുട്ടതും കൂട്ടി പഴങ്കഞ്ഞി വേണം. അതേസമയം അച്ചാച്ചന് ചമ്രം പടഞ്ഞിരുന്ന് സാധാരണ ഊണ് കഴിക്കുന്നത് പോലെയുള്ള ആഹാരമാണ് കഴിക്കുന്നത്. ചാച്ചൻ കുന്തിച്ചിരുന്നാണ് കഴിക്കുന്നത്. അച്ചാച്ചനും ചാച്ചനും തമ്മിലുള്ള വ്യത്യാസം. ചെത്ത് കഴിഞ്ഞ് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ചാച്ചൻ നേരെ നടവാതിലിലൂടെയുള്ള വഴിയെ കൂടി കൊള്ളുപീടികയിലെ സെൻറ്ററിലേക്ക് പോകും. അതേസമയം അച്ഛനാണെങ്കിൽ അങ്ങനെയല്ല. അച്ഛൻ അടുക്കളയുടെ പുറകിൽ കൂടെയുള്ള വഴിയെ കൂടെ അച്ഛൻ്റേതായ ചില സ്ഥലങ്ങളുണ്ട്, അവിടേക്ക് പോകും. രണ്ടുപേരും തിരിച്ചു വരുമ്പോൾ അച്ഛൻ കൊണ്ടുവരുന്നത് കാജാ ബീഡിയാണെങ്കിൽ അച്ചാച്ചൻ കൊണ്ടുവരുന്നത് തെറുപ്പ് ബീഡിയായിരിക്കും. ഇവർ തമ്മിൽ ഉള്ള ഈ വ്യത്യാസങ്ങൾ പറയുമ്പോൾ ഇടയ്ക്ക് വീടി തീരുമ്പോൾ അച്ഛൻ്റെ ബീഡി അച്ചാച്ചനും അച്ചാച്ചൻ്റെ ബീഡി അച്ഛനും കട്ടെടുത്ത് വലിക്കുന്ന പതിവുണ്ടത്. ദിനകരൻ കാണുമ്പോൾ ഇവർ കണ്ണടച്ച് കാണിക്കും. അങ്ങനെ ഇവർ തമ്മിലുള്ള ആ ബന്ധം ഒരേ സമയം നല്ല ബന്ധമാണ്. അതേസമയം പുറമേക്ക് രണ്ടുപേരും തമ്മിൽ രാഷ്ട്രീയമായി അടിപിടിയും കലവിലയും ഒക്കെയാണ്. ഇതൊക്കെ വളരെ നന്നായിട്ട് അശോകൻ ചെരുവിൽ നമ്മുടെ ആ ചെത്തുകാരുടെ അന്നത്തെ ജീവിതം, അതുപോലെ കള്ളളക്കുന്ന സമയം അക്കാലത്ത് വളരെ കള്ളളക്കുന്നതിൻ്റെ പൈസ കൊടുക്കുന്നൊരു സമയമുണ്ട്. ആഴ്ചയിലൊരിക്കലാണ് ശമ്പളം കൂലി കിട്ടുക. ആ കൂലി കിട്ടുന്ന ദിവസം ഈ കള്ളളക്കുന്ന സ്ഥലത്ത് ഭയങ്കര തിരക്കാണ്. വഴിവാണിഭക്കാർ, തുണിക്കച്ചവടക്കാർ, ചട്ടിയും കലവും വിൽക്കുന്ന ആൾക്കാർ, പൊട്ടും ചാന്തും വിൽക്കുന്ന ആൾക്കാർ, ഇങ്ങനെ നിരവധി വാണിഭക്കാർ അവിടെ എത്തുന്നു. മാത്രമല്ല ഉത്സവ പിരിവുകാരും ഒക്കെ അന്നേരമാണ് ഇവരെ വന്ന് പിടികൂടി പൈസ മേടിക്കുന്നത്. പിന്നെ ട്രേഡ് യൂണിയൻകാർ, പാർട്ടിക്കാർ, രാഷ്ട്രീയക്കാർ അവർ മേശയും കസേരയും ഇട്ടിരുന്ന് റെസിപ്റ്റ് എഴുതിയാണ് ഇവരോട് പൈസ മേടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. ആ നല്ല കാലമൊക്കെ പക്ഷേ കഴിഞ്ഞുപോയി. അത് ഈ ദിനകരൻ ഈ തൊഴിൽ കുടുംബപരമായി കിട്ടിയ തൊഴിൽ ഏറ്റുവാങ്ങുമ്പോൾ ആ നല്ല കാലം കഴിഞ്ഞു പോയിരുന്നു. കള്ളിന് ആവശ്യക്കാർ കുറഞ്ഞു. പകരം വിദേശ മദ്യവും മറ്റ് മദ്യം വാറ്റുചാരായത്തിനൊക്കെയായി ആൾക്കാർ കള്ളിൻ്റെ ലഭ്യത, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കള്ളിൻ്റെ ലഭ്യത കുറഞ്ഞു. തെങ്ങ് ചെത്തിയ കള്ള് കിട്ടാത്ത അവസ്ഥയായി. തെങ്ങൊക്കെ കേടായിപ്പോയി. അങ്ങനെ കള്ള് വ്യവസായം ആകർഷണീയമല്ലാത്ത ഒരു സംഗതിയായി മാറി. കള്ള് ചെത്തിക്കൊണ്ടിരുന്ന ആൾക്കാരുടെയൊക്കെ ജീവിതത്തിലും അത് പ്രതിഫലിച്ചു. അവരുടെ കുടുംബാംഗങ്ങളെ പോറ്റാനുള്ള പണം അതിൽ നിന്ന് കിട്ടാത്ത അവസ്ഥയായി. കള്ളിലൊക്കെ മായം ചേർത്ത് തുടങ്ങി. ഡൈസപ്പാം പോലുള്ള സംഗതികളൊക്കെ ചേർത്ത് ആകെ കുളമായി കിടക്കുമ്പോഴാണ് പുതിയ എന്തെങ്കിലും തൊഴിൽ ചെയ്യണം, കള്ള് ചെത്ത് തൊഴിലിൽ നിന്ന് മാറാനായിട്ട് അദ്ദേഹം ചിന്തിക്കുന്നു. അദ്ദേഹം മാത്രമല്ല, ആ പ്രദേശങ്ങളിലൊക്കെയുള്ള ചെത്തുകാർക്ക് സംഭവിച്ചിട്ടുള്ള ഇതാണ്. അവർ പതുക്കെ മറ്റ് കൃഷിപ്പണികളിലേക്ക് ഒക്കെ ഇറങ്ങിത്തിരിക്കും. തെങ്ങിന് തടമെടുക്കുക, തെങ്ങിന് വളമിടുക,
അതേപോലെ നെല്ല് കൊയ്യുമ്പോൾ അത് പൊലി കൂട്ടുക, ഇങ്ങനെയൊക്കെയുള്ള വിവിധ തൊഴിലുകൾ ചെയ്ത് ജീവിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ തെങ്ങ് അങ്ങ് നശിച്ച്, തെങ്ങിന് അസുഖം ബാധിച്ച് തെങ്ങുമായി ബന്ധപ്പെട്ട പണികൾ ഒക്കെ അങ്ങ് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സെക്യൂരിറ്റി ജീവനക്കാരായിട്ട് റിക്രൂട്ട്മെൻ്റ് ഉണ്ടെന്ന് അറിഞ്ഞ് പോകുന്നത്. അപ്പോൾ ഒരു മേജറാണ് ഇവരെ റിക്രൂട്ട് ചെയ്യുന്നത്. മേജർ അവരുടെ ലൈസൻസിലാണല്ലോ ഈ സ്ഥാപനങ്ങളൊക്കെ നടക്കുന്നത്. പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ഓഫീസേഴ്സൊക്കെയാണ് മിക്കവാറും ഇത്തരത്തിലുള്ള സെക്യൂരിറ്റി ജീവനക്കാരെ വെച്ച് തൊഴിലെടുക്കുന്ന സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നത്. അവിടെ ദിനകരൻ ചെല്ലുകയാണ്. അന്നേരം ദിനകരനെ കാണുമ്പോൾ നല്ല ശരീരവും ഒക്കെ കാണുമ്പോൾ മേജർ പറയും, ഈ പണിക്ക് പറ്റിയ ആൾ തന്നെ, മീശയ്ക്ക് അല്പം കട്ടി കൂട്ടണം, മീശ ഇച്ചിരിയും കൂടെ കട്ടിയിലായി കഴിഞ്ഞാൽ ഒത്തയൊരു സെക്യൂരിറ്റി ജീവനക്കാരനാകും എന്നൊക്കെ പറഞ്ഞ് ദിനകരനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ദിനകരൻ ഓർക്കും, തൻ്റെ അച്ചാച്ചന് കൊമ്പൻ മീശയായിരുന്നു ഉണ്ടായിരുന്നത്. അച്ചാച്ചന് വലിയ കൊമ്പൻ മീശയുണ്ടായിരുന്നു. കാരണം അതും ആ കാലത്ത് ചിത്രത്തൊഴിലാളികൾ മീശ വെക്കാൻ പാടില്ല എന്നതിനെ പ്രതിഷേധിച്ചാണ് അച്ചാച്ചൻ കൊമ്പൻ മീശ വെച്ചതെന്നും ദിനകരൻ ഓർമ്മിക്കുന്നുണ്ട്. ഏതായാലും അങ്ങനെയാണ് സെക്യൂരിറ്റി ജീവനക്കാരനാകുന്നത്. ആ സെക്യൂരിറ്റി ജീവനക്കാരനായിട്ട് ദിനകരൻ മാത്രമല്ല, ആ നേരത്തെ പറഞ്ഞ ഗ്രാമങ്ങളിലുള്ള പല ചിത്രത്തൊഴിലാളികളും തൃശ്ശൂർ നഗരത്തിലെ ചിത്രത്തൊഴിലാളികളായ സെക്യൂരിറ്റി ജീവനക്കാരായിട്ട് മാറുകയാണ് ഉണ്ടായത്. അക്കൂട്ടത്തിൽ ദിനകരനോടൊപ്പം ജോലി ചെയ്യുന്ന ഒരാളാണ് ഗോപാലൻ. ഗോപാലൻ പക്ഷേ ചിത്രത്തൊഴിലാളിയല്ല, നമ്മൾ നേരത്തെ പറഞ്ഞു, അദ്ദേഹം ചുമട്ട് തൊഴിലാളിയായിരുന്നു. ഗോപാലൻ ദിനകരേട്ട എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ഇതാണ് ഇവരുടെ ഈ സെക്യൂരിറ്റി ജീവനക്കാരിലായി മാറിയ ചരിത്രം. സെക്യൂരിറ്റി ജീവനക്കാരായി കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് ആദ്യം കിട്ടുന്ന ജോലി വലിയ ഫ്ലാറ്റ് സമുച്ചയത്തിനകത്താണ്. ഇവർക്ക് രണ്ടുപേർക്കും ജോലി കിട്ടുന്ന ഫ്ലാറ്റ് സമുച്ചയത്തിനകത്താണ്. ഏകദേശം 12 നിലകളുള്ള വലിയൊരു ബിൽഡിംഗ് ആണ്. ഓരോ നിലയിലും 10 ഫ്ലാറ്റ് വെച്ച് അങ്ങനെ 120 ഫ്ലാറ്റുകളുള്ള ഒരു സമുച്ചയം. അവിടെ കുട്ടികൾക്കായിട്ടുള്ള പാർക്ക് ഉണ്ട്, സ്വിമ്മിംഗ് പൂളുണ്ട്, അതേപോലെ ലൈബ്രറി ഉണ്ട്. അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഉള്ള 2 നിലകളിലായിട്ടാണ് പാർക്കിംഗ് സൗകര്യം, വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒക്കെ ഉള്ളത്. അങ്ങനെ വലിയൊരു ഫ്ലാറ്റ് സമുച്ചയത്തിലാണ് ആദ്യം ഇവർക്ക് ജോലി ലഭിക്കുന്നത്. പക്ഷേ ഈ നഗരത്തിലുള്ള ആൾക്കാരുടെ സ്വഭാവം അറിയാലോ, അവർക്കൊരു ഇച്ചിരി ഞെളിയൽ കൂടുതലാണെന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. അവർ ഈ സെക്യൂരിറ്റി ജീവനക്കാരുടെ അടുക്കലാണ് എന്തിനും തട്ടിക്കയറുന്നത്. വണ്ടി പാർക്ക് ചെയ്യുന്നത് അല്പം തെറ്റിച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും വരുന്ന ആൾക്കാരും ഗസ്റ്റായിട്ട് വരുന്ന ആൾക്കാരും ഒക്കെ പ്രമുഖരായിരിക്കും. അവർ വണ്ടി അവിടെ ഇവിടെ കൊണ്ടിടും, ചോദ്യം ചെയ്താൽ തട്ടിക്കയറും സെക്യൂരിറ്റി ജീവനക്കാരോട്. അത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് സഹിക്കത്തില്ല, അവരും സെക്യൂരിറ്റിയോട് തട്ടിക്കയറും. ഇങ്ങനെ ഇത്തരത്തിലാണ് ഇവരുടെ ജോലി. അതുപോലെ ഫ്ലാറ്റിലെ അല്പസമയം കറണ്ട് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ജനറേറ്ററൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും പ്രവർത്തനത്തിൽ തകരാറ് സംഭവിച്ച് ഒരു 2 മിനിറ്റ് കറണ്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ചാടിക്കയറി സെക്യൂരിറ്റിക്കാർക്ക് നേരെയാണ് തട്ടിക്കയറുന്നത്. വെള്ളം ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് അനുഭവിക്കുന്നത്. അപ്പോൾ ഈ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന സമയത്ത് മേജർ ഇവരോട് പറയും, സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ആരാണ്? സെക്യൂരിറ്റിക്കാരൻ എന്ന് പറഞ്ഞാൽ നല്ല വിനയം വേണം, നല്ല അനുസരണശീലം വേണം. സെക്യൂരിറ്റിക്കാരൻ എന്നതിൻ്റെ മലയാളത്തിലുള്ള അർത്ഥം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയും കാവൽക്കാരൻ. മേജർ പറയും കാവൽക്കാരനല്ല, ശരിയായ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കാവൽ നായ എന്നാണ്. കാവൽ നായ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? കുരയ്ക്കണം, അതോടൊപ്പം വാലാട്ടണം. കുരയ്ക്കുക, വാലാട്ടുക, കുരയ്ക്കുക, വാലാട്ടുക. പുറത്തുനിന്ന് വരുന്ന ആൾക്കാരെ കാണുമ്പോൾ കുരയ്ക്കണം, അകത്തുള്ള ആൾക്കാരെ കാണുമ്പോൾ വാലാട്ടണം. ഇതാണ് സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ പണി. ഏതായാലും ആ ജോലി അങ്ങനെ അവിടെ ഫ്ലാറ്റിലെ ജോലി ആൾക്കാർ ആട്ടും തുപ്പും ഒക്കെ കൊണ്ടിരിക്കുന്ന സമയത്താണ് പതുക്കെ ഇവർ മേജറെ കണ്ട് ഇവർക്കൊരു അവസരം കിട്ടുന്നു. ഈ തിയേറ്റർ കോംപ്ലക്സ് എന്ന് കേൾക്കുമ്പോൾ ഗോപാലന് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിന് നേരത്തെ നാടക ബന്ധങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വലിയ തിയേറ്ററാണ്, വലിയ നാടകങ്ങൾ കാണാം, കലാകാരന്മാരെ പരിചയപ്പെടാം. അതുപോലെ തിയേറ്റർ കോംപ്ലക്സിൽ കോഫി ഷോപ്പൊക്കെ ഉണ്ട്, അവിടെ നിന്ന് ഇടയ്ക്ക് ചായയൊക്കെ കുടിക്കാം. അതുകൊണ്ട് ആണ് ജോലി മേടിക്കുന്നത്. അങ്ങനെയാണ് ഈ തൃശ്ശൂർ തിയേറ്റർ കോംപ്ലക്സിൽ ഇവർ സെക്യൂരിറ്റിക്കാരായിട്ട് വരുന്നത്. അവിടാണ് ഒരു വലിയ നാടകം അരങ്ങേറിയത്. അതിനുശേഷമുള്ള സംഭവങ്ങളാണ് നമ്മൾ കണ്ടത്. ഈ അടിയൊക്കെ കിട്ടുന്നത് ദിനകരന് അപ്പോഴാണ്. ഏതായാലും അടി കിട്ടിയത് എന്തെന്നുള്ളത് എന്തിനെന്നുള്ളത് ദിനകരേട്ടന് മനസ്സിലായി. തന്നെ എന്തിനാണ് അടിച്ചത്? വാതിലടച്ചതിന് അങ്ങനെ തട്ടിക്കയറി വന്ന് അടിക്കേണ്ട കാര്യമൊന്നുമില്ല, അത്രയ്ക്ക് കോപിക്കേണ്ട സംഗതിയൊന്നുമില്ല. വാതിൽ തുറന്നിടാൻ പറഞ്ഞാൽ തുറന്നിടുമായിരുന്നു. പക്ഷെ എന്താണ് സംഭവം എന്ന് അറിയണ്ടേ. ഏതായാലും ദിനകരേട്ടനെ ആശ്വസിപ്പിക്കാൻ അന്ന് രാത്രിയിൽ കുറേ കുട്ടികൾ, ഈ നാടക സംഘവുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ അവിടെ എത്തുന്നുണ്ട്. അടികിട്ടിയതിൽ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവർ പറയുന്നുണ്ട് നാടകം ഭയങ്കര വിജയമായിരുന്നു എന്ന് പറയുമ്പോഴും ഒരു കൂട്ടം ആൾക്കാരത് പരാജയമാണെന്ന് പറഞ്ഞുള്ള ചർച്ചയൊക്കെയാണ് അകത്ത് നടക്കുന്നത്. അന്നേരം
നാടകം വിജയിച്ചു എന്ന് പറയുന്ന ആൾക്കാർ മറ്റവരെ എതിർത്തുകൊണ്ട് പറയും അത് വിക്ടോറിയൻ കാലഘട്ടത്തിലെ പ്രൊസീനിയം തിയേറ്ററിൻ്റെ ലാവണ്യബോധം ഉള്ളിൽ പേറുന്ന ആ ബോധവും കൊണ്ട് നടക്കുന്ന ആൾക്കാർക്കാണ് ഈ നാടകം പരാജയപ്പെട്ടു തോന്നുന്നു. നാടകം ഭയങ്കര വിജയമായിരുന്നു, ഒത്തിരി പേര് കൈയടിച്ചു, ഒത്തിരി പേര് പ്രോത്സാഹിപ്പിച്ചു. കണ്ടില്ലെന്ന് പറയുമ്പോൾ എതിർപക്ഷം പറയും പക്ഷേ ഈ നാടകം സംവിധാനം ചെയ്ത ദേവനാരായണൻ ഇതൊരു പരാജയമായിട്ടാണ് കണക്കാക്കുന്നതെന്ന് പറയും. തൻ്റെ ഇത്രയും കാലത്തെ ശ്രമമൊക്കെ നടത്തിയിട്ടും അദ്ദേഹത്തിന് മനസ്സിലൊരു തൃപ്തിയില്ല. എന്താണ് അന്നേരം എതിർപക്ഷം പറയും അങ്ങനൊന്നും അല്ലല്ലോ, ഇവിടെ രണ്ട് മന്ത്രിയും കേരളത്തിൽ നിന്നുള്ള മന്ത്രി ഉണ്ടായിരുന്നു കാണാൻ, മിസോറാം ഗവർണറും കാണാൻ വന്നിരുന്നു. പക്ഷേ കേന്ദ്രമന്ത്രി ഇണ്ണാക്കൻ ഒന്നും മിണ്ടാതെ അവിടെ നോക്കി നിന്നുള്ളൂ. പക്ഷേ മിസോറാം ഗവർണർ ഈ നാടകം നല്ല നാടകമാണ്, ഇത്തരത്തിലുള്ള നാടകങ്ങൾ ഉണ്ടാകണം, ലോകത്തിന് തന്നെ ഇന്ത്യ മാതൃകയാകുന്നു ഇത്തരം നാടകത്തിലൂടെ എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടല്ലോ, കണ്ടല്ലോ എന്നൊക്കെ പറയും. ഈ നാടകം ഈ നാടകം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു അറേഞ്ച്മെൻറ്റ്, വർക്കിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ടായിരുന്നു ഗോപാലനും ദിനകരേട്ടനും തമ്മിൽ. കാരണം ഗോപാലനാണല്ലോ നാടകത്തോട് കൂടുതൽ താല്പര്യമുള്ളത്. അതുകൊണ്ട് ഗോപാലൻ തിയേറ്ററിനകത്തെ ജോലിയും ദിനകരേട്ടൻ നാടകത്തിന് പുറത്ത് കാരണം തിയേറ്ററിന് പുറത്തും ഒരു സെക്യൂരിറ്റിക്കാരനെ കണ്ടില്ലെങ്കിൽ അവിടെ ആകെ പ്രശ്നമാകും, പുറത്തൊരാളുണ്ടാവണം. അതുകൊണ്ട് പുറത്തെ ജോലി ചെയ്യാനായിട്ട് ഇദ്ദേഹവും പിന്നെ ദിനകരേട്ടനും അകത്ത് ഗോപാലൻ അന്നേരം നാടകം കാണാം. ഈ നാടകം നടക്കുന്ന ടിക്കറ്റിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ 3000 രൂപ 2000 രൂപയൊക്കെ. അത് പൈസ കൊടുത്ത് കാണാനുള്ള ഭാഗ്യം ഇവർക്ക് ഉണ്ടാവില്ല. ഏതായാലും ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഇതിനകത്ത് സെക്യൂരിറ്റി ജീവനക്കാരൻ എന്ന രീതിയിൽ അകത്ത് നിന്ന് കാണാൻ ഗോപാലിന് കഴിയും. പക്ഷേ ദിനകരന് അതിന് കഴിയില്ല. ദിനകരേട്ടൻ പുറത്താണ് നിൽക്കുന്നത്. പക്ഷെ അദ്ദേഹം ഇടയ്ക്ക് വാതിൽ തുറന്ന് അകത്ത് കയറേണ്ടി വരുമ്പോൾ നാടകം കാണുമ്പോൾ ഇതിൻ്റെ അവസാന രംഗമൊക്കെ വരുന്ന പറഞ്ഞാൽ അദ്ദേഹം പോകുന്നുണ്ട്. അതിനെക്കുറിച്ച് അദ്ദേഹം അകത്തുനിന്ന് നാടകത്തെക്കുറിച്ച് അദ്ദേഹത്തിന് മനസ്സിലായ സംഗതി, ഫാസിസത്തിനെതിരെയുള്ള ഈ നാടകത്തിൻ്റെ അവസാന രംഗം അദ്ദേഹം കാണുന്നത് ഇദ്ദേഹം എഴുതിയിരിക്കുന്ന അതേ രീതിയിൽ തന്നെ ഞാൻ വായിക്കാം. ഇടയ്ക്ക് ചിലപ്പോൾ അകത്തേക്ക് പാളി നോക്കിയപ്പോൾ നാടകം ഇരമ്പുകയാണ്. സ്റ്റേജും ഹാളും ബാൽക്കണിയും നടവഴിയും മുഴുവൻ ഉപയോഗിച്ചിട്ടാണ് നാടകം. ആവശ്യത്തിന് അവിടെയൊക്കെ വെളിച്ചം തെളിയും. ഓഡിയൻസിനിടയിലും നടന്മാരും നടികളുമുണ്ട്. പലയിടത്തു നിന്നും ശബ്ദങ്ങൾ, ജാഥ, കലാപം, യുദ്ധം, അലർച്ചകൾ. പട്ടാളക്കാർ മാർച്ച് ചെയ്യുന്നു. പല കാലത്തെ മനുഷ്യവേഷങ്ങൾ നടക്കുന്നു. ഹിറ്റ്ലറും സ്റ്റാലിനും പട്ടാള യൂണിഫോം ഇട്ട് കെട്ടിപ്പിടിച്ച് നടക്കുന്നത് കണ്ടു. അവസാനത്തെ രംഗമാണ് ശരിക്കും കണ്ടത്. ആ സമയത്ത് എല്ലാവരും, നാടകത്തിൽ അഭിനയിച്ച എല്ലാവരും ഒരു കോറസായിട്ട് മാറി ഓരോരുത്തരായി മുന്നിലോട്ട് വന്ന് വിളിച്ചു പറയാൻ തുടങ്ങി. എല്ലായിടത്തും ഫാസിസമാണ്, തൂണിലും തുരുമ്പിലും, എല്ലാ മനസ്സിലും, പാർലമെൻറ്റിലും കോടതിയിലും, പാടത്തും പണിശാലയിലും, മുതലാളിയിലും തൊഴിലാളിയിലും, പുരുഷന്മാരിലും സ്ത്രീകളിലും. കേരളത്തിൽ ഫാസിസം ഇല്ലേ? ഉണ്ടേ ഉണ്ട്, അതിഭീകരമായി. വീടുകളിൽ ഫാസിസം ഇല്ലേ? ഉണ്ട് ഉണ്ട്. പഞ്ചായത്തിലും എവിടെ അധികാരമുണ്ടോ അവിടെയെല്ലാം ഫാസിസമുണ്ട്. എവിടെ സംഘടനയുണ്ടോ അവിടെ ഫാസിസമുണ്ട്. ഇന്നത്തെ വിപ്ലവകാരി നാളത്തെ ഫാസിസ്റ്റാണ്. ഫാസിസം സർവ്വവ്യാപിയാണ്. അതിനുശേഷം എല്ലാവരും ഒന്നിച്ചു ചേർന്നിട്ട് ഫാസിസം സർവ്വവ്യാപിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നാടകം അവസാനിക്കുന്നത്. അങ്ങനെ ഫാസിസത്തെ ഒരു സർവ്വവ്യാപിയായി സാമാന്യവൽക്കരിച്ചുകൊണ്ടാണ് ഈ നാടകം അവസാനിക്കുന്നത്. അത് ഏതായാലും മിസോറാം ഗവർണർക്ക് ഈ നാടകം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നാടകത്തെ എതിർക്കുന്ന, നാടകം വിജയിച്ചിട്ടില്ല എന്ന് ദുഃഖിക്കുന്ന ആൾക്കാർ പറയും ദേവനാരായണൻ്റെ ദുഃഖവും അതുതന്നെയാണ് എന്ന് പറയുമ്പോഴാണ് എതിർപക്ഷം ചോദിക്കും പക്ഷേ മിസോറാം ഗവർണർ ഈ നാടകത്തെ അഭിനന്ദിച്ചല്ലോ. അത് തന്നെയാണ്, മിസോറാം ഗവർണർ ഇതിനെ പ്രകീർത്തിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ നാടകത്തെക്കുറിച്ച് ദുഃഖമുണ്ടാകാൻ ദേവനാരായണനെ പ്രേരിപ്പിച്ചത്. അപ്പോൾ അതിൽ എന്തോ കുഴപ്പമുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് അദ്ദേഹം ആത്മപ്രതിസന്ധിയിലായത്. ആ ദുഃഖത്തിലാണ് പെട്ടെന്ന് വന്ന്, അങ്ങനെ എല്ലാം തകർന്നിരിക്കുമ്പോഴാണ് പെട്ടെന്ന് വന്ന് ഈ സെക്യൂരിറ്റിക്കാരനെ തല്ലുന്നത്. കാരണം എന്തിനാ പാവം പിടിച്ച സെക്യൂരിറ്റിക്കാരനെ തല്ലുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത്, അതിലൊരാൾ പറയും പിന്നെ അല്ലാതെ ആരെ അടിക്കാൻ പറ്റും, അവിടെ വന്നിരിക്കുന്ന മറ്റു പ്രമുഖരെയൊന്നും അടിക്കാൻ പറ്റത്തില്ല, സെക്യൂരിറ്റിക്കാരനെയല്ലേ അടിക്കാൻ പറ്റത്തുള്ളൂ. അടികിട്ടി ക്ഷീണിച്ച് ഞാൻ, ഇങ്ങനെയാണ് ഈ ചെറുകഥ അവസാനിക്കുന്നത്. അടികിട്ടി ക്ഷീണിച്ച് ഞാൻ വിശ്രമിക്കാനിരുന്നത് കൊണ്ട് നാടകം കഴിഞ്ഞപ്പോൾ ഗോപാലന് പിടിപ്പത് പണിയുണ്ടായിരുന്നു. തിരക്കൊഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ അരികിൽ വന്നിരുന്നു. അവനൊന്നും മിണ്ടിയില്ല. ഞാൻ ചോദിച്ചു, നാടകം നന്നായോ ഗോപാല? അവൻ മറുപടി പറഞ്ഞില്ല. എനിക്ക് മുഖം തരാതെ എവിടേക്കോ നോക്കിയിരുന്നു.
അപ്പോഴും കോമ്പൗണ്ടിനകത്തെ കൂട്ടങ്ങൾ സജീവമാണ്. നാടകത്തെക്കുറിച്ചാവാം വലിയ വാശിയിൽ അവർ ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫാസിസത്തെക്കുറിച്ച്. എനിക്ക് മയക്കം വരുന്നുണ്ടായിരുന്നു. അത് പതിവില്ലാത്തതാണ്. ഗോപാലൻ സാവധാനം ചോദിച്ചു, നമുക്ക് പോലീസിൽ പോയി ഒരു പരാതി കൊടുത്താലോ ദിനകരേട്ട? വേണ്ട, അതൊന്നും വേണ്ട ഗോപാല. ഇതിപ്പോൾ ഇങ്ങനെ അങ്ങ് പോകട്ടെ. കൂട്ടം കൂടി നിൽക്കുന്നവർക്കിടയിൽ നിന്ന് കുറച്ചുപേർ എൻ്റെ അരികിൽ വന്നു. 4-5 പെൺകുട്ടികളാണ്, ഒരു യുവാവുമുണ്ട്. ഞാൻ എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിച്ചു. അവർ തടഞ്ഞു. വേണ്ട, ഇരുന്നോളൂ. അവർ തമ്മിൽ നടന്ന ചർച്ചയാണ് നമ്മൾ നേരത്തെ നാടകത്തെക്കുറിച്ച് കേട്ടത്. നാടകത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും എങ്ങനെയാണ് ദേവനാരായണൻ അസ്വസ്ഥനായിരുന്നു, അസ്വസ്ഥത തീർക്കാനായിട്ടാണ് വന്ന് അടിച്ചത് എന്നൊക്കെ മനസ്സിലാക്കുന്നത്. എങ്ങനെയൊക്കെ ആയിരിക്കും പിന്നെ ഇത്രയുമൊക്കെ ആയപ്പോഴാണ് ഇത്രയും അസ്വസ്ഥനായ ദേവനാരായണൻ എന്തിനാണ് ഇത്തരത്തിലൊരു കോംപ്രമൈസിന് തയ്യാറായി തൻ്റെ നിലപാടുകൾക്ക് വിരുദ്ധമായി ഇങ്ങനൊരു നാടകം ചെയ്തതെന്ന് എതിർവർഷം ചോദിക്കുമ്പോൾ പറയും, എങ്ങനെയാണ് അത് ചെയ്യാതിരിക്കുക? അല്ലാതെ അങ്ങനെ എന്ത് ചെയ്യും? രാജ്യത്തെ സ്ഥിതിഗതികൾ നിങ്ങൾ മനസ്സിലാക്കണം. വരവര റാവുവിനെ പോലെ, സ്റ്റാൻസ്വാമിയെ പോലെ ജയിലിൽ കിടക്കാൻ അയാൾക്ക് താല്പര്യം കാണില്ല. വെള്ളം കുടിക്കാനുള്ള ഒരു പ്ലാസ്റ്റിക് സ്ട്രോ ഭീകരായുധമായി കാണുന്ന ജയിലും ഭരണകൂടവുമാണ്. അയാൾക്കാണെങ്കിൽ യൂണിവേഴ്സിറ്റിയിലാണ് പണി. സർക്കാർ ഉദ്യോഗം പിരിച്ചുവിട്ടാൽ അയാൾ എന്തു ചെയ്യും? ഭൂസ്വത്തൊക്കെ പഴയ ലാൻഡ് റീഫോംസിൽ പോയ ഒരു ഫാമിലിയിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. ചിറമൽ ജോസേട്ടനെ പോലെ ഏതെങ്കിലും കാനയിൽ മുഖമടിച്ച് വീണ് കിടന്ന് മരിക്കണോ? നിങ്ങൾക്കറിയോ, അടുത്ത മാസം നെക്സ്റ്റ് മന്ത് പാരീസിൽ നടക്കുന്ന തിയേറ്റർ ആർട്ടിസ്റ്റുകളുടെ വേൾഡ് മീറ്റിൽ ഇന്ത്യൻ ഡെലിഗേഷനെ നയിക്കുന്നത് ഈ ദേവനാണ്. ഈ ഇന്ത്യൻ ഡെലിഗേഷനെ നയിക്കുന്നത് ഈ ദേവനാണെന്ന് അറിയുമ്പോൾ അദ്ദേഹത്തെ എതിർത്തിരുന്ന ഒരാളോ പെട്ടെന്ന് കൂടി പറയും, അയ്യോ ആണോ, എങ്കിലും അങ്ങനെ പോയി ഇത് കാണണമല്ലോ, തനിക്കൂടെ അദ്ദേഹത്തെ സ്വാധീനിക്കണമല്ലോ, എങ്കിൽ എനിക്ക് ദേവനെ നേരിൽ കണ്ട് അഭിനന്ദിക്കണം. എപ്പോഴുണ്ടാവും എന്ന് പറഞ്ഞ് പരിഭ്രമിച്ച് ഇയാൾ അങ്ങോട്ട് ഓടുന്നത് നമ്മളെ കാണിച്ചുകൊണ്ടാണ് ആ സംഭവം പറഞ്ഞു തീർക്കുന്നത്. അപ്പോൾ നമ്മുടെ ദിനകരേട്ടൻ വിചാരിക്കുകയാണ്, എങ്ങനെയൊക്കെ ആയിരിക്കും മനുഷ്യൻ്റെ ജീവിത വഴികൾ എന്ന കാര്യമാണ് ഞാനപ്പോൾ ആലോചിച്ചത്. വലിയ മനുഷ്യർക്ക് വലിയ ജീവിതവും ചെറിയ മനുഷ്യർക്ക് ചെറിയ ജീവിതവും. പക്ഷേ ഒരാൾക്കും സ്വന്തം ജീവിത വഴികൾ അങ്ങനെ പൂർണ്ണമായി നിശ്ചയിക്കാൻ കഴിയില്ല. ഏറെ സാധാരണക്കാരനായ എൻ്റെ കാര്യം തന്നെ എടുക്കാം. ഈ ചെറിയ ജീവിതത്തിൽ എത്ര വേഷങ്ങൾ ഞാൻ ഇതിനകം സ്വീകരിച്ചു. ഇതുപോലെ ഒരു കാൽസരായിയും ബെൽറ്റും തൊപ്പിയുമൊക്കെയായി ഒരു വികൃത വേഷത്തിൽ ഇങ്ങനെയൊരു തിയേറ്റർ കോംപ്ലക്സിൽ വന്നിരിക്കുമെന്ന് എന്നെങ്കിലും ഓർത്തിരുന്നോ? ഇല്ല. എന്താണ്ടാ ദിനകര സ്വപ്നം കണ്ടിരിക്കണേ? കൊള്ളുപീടി എത്തിയിട്ടാ ഇറങ്ങണില്ലേ? കുഞ്ഞിരാമേട്ടൻ വിളിച്ചു ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് കഥ അവസാനിക്കുന്നത്. ഏതായാലും വളരെ നല്ലൊരു കഥയാണ് അശോകൻ ചെരുവിലിൻ്റെ ഫാസിസത്തിനെതിരെ ഒരു നാടകം. എല്ലാവരും വായിക്കണം. മാതൃഭൂമിയിലാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കഥയമമ്മയിൽ കഥ പരിചയപ്പെടുത്തിയതാണ്. ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു. നമസ്കാരം.